സ്നേഹിതരെ, ഏവർക്കും സ്വാഗതം. ഇന്ന് 19/5/2026 ബഹുമാന്യനും വിശുദ്ധ നിലവാരം നിലനിർത്തിക്കൊണ്ട് ജീവിച്ച് സ്വർഗപിതാവിൻ്റെ സന്നിധിയിലേക്ക് മടക്കയാത്ര നടത്തുകയും ചെയ്ത ജോർജ് നെല്ലിശ്ശേരി അച്ഛൻ്റെ മൃതസംസ്കാര ശുശ്രൂഷകൾ നടന്ന ദിവസമാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭാവിരുദ്ധ നിഷ്ഠൂര പ്രാകൃത വീക്ഷണങ്ങളുള്ള പാതിരിക്കോലങ്ങൾ സഭയെ അനുസരിക്കാതെ നാശകൂപമായ ജീവിതശൈലി അവലംബിച്ചിരിക്കുന്നത് കൊണ്ട് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നും അഭിവന്യ മെത്രാപ്പോലീത്ത തോമസ് തറയിൽ പിതാവ് അവിടെ എത്തി. അദ്ദേഹം വികാരിയായിരുന്ന കളമശ്ശേരി യൂണിവേഴ്സിറ്റി പള്ളിയിൽ 6:30 മണി സമയത്ത് അതിരാവിലെ വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ബലിയർപ്പിച്ച് ആ ബലിയർപ്പണ വേദിയിൽ വചന സന്ദേശം നൽകിയ പാലക്കാപ്പള്ളി അച്ഛൻ, ഇപ്പോൾ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുടെ ഡയറക്ടർ, ഇത്രയും ഹൃദയസ്പൃക്കായ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നൊരു ചരമപ്രസംഗം അനേകം ആളുകളൊന്നും പലപ്പോഴും കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. നല്ല രീതിയിൽ തന്നെ മൃതസംസ്കാര ശുശ്രൂഷയുടെ പ്രാരംഭ നടപടികൾ അവിടെ ആരംഭിച്ച് പൂർത്തിയാക്കി. തുടർന്ന് അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ദേഹി തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ തുടർന്ന് അനേകം പുരോഹിതന്മാർ വന്ന് ഒപ്പീസുകൾ ചെല്ലുകയും ഒക്കെ ചെയ്തു. 2:30 മണി സമയത്താണ് സ്വന്തം മാതൃ ഇടവകയിൽ മൃതസംസ്കാരം നടക്കേണ്ടത്. ഒരിക്കൽ ബലിയർപ്പണം നടത്തിയതുകൊണ്ട് പിന്നീടൊരു ബലിയർപ്പണത്തിന് അവിടെ പ്രസക്തിയില്ല. മാത്രവുമല്ല, ജോർജ് നെല്ലിശ്ശേരി അച്ഛൻ താൻ മരിക്കുന്നതൊക്കെ മുമ്പേ തന്നെ, ഞാൻ എന്നെങ്കിലും മരിച്ചാൽ എൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയോടനുബന്ധിച്ച് നടത്തുന്ന ബലിയർപ്പണം സഭയുടെ ഏകീകൃത ബലിയർപ്പണം തന്നെ ആയിരിക്കണം എന്ന് രൂപത അധികാരികളെയും സഭയെയും നേരിട്ട് അറിയിച്ചിട്ടുണ്ട് എന്നാണ് അറിയുവാൻ കഴിയുന്നത്. എന്തായാലും ആ കാര്യം നടപ്പിലാക്കുന്നതിന് സ്വന്തം കുടുംബാംഗങ്ങൾ പോലും പിന്തുണച്ചില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അവർക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭീകര പുരോഹിത ദുഷ്ടജന്മങ്ങളോടുള്ള ഭയം എത്രമാത്രമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഈ എളവൂർ ദേവാലയത്തിലെ ഇപ്പോഴത്തെ വികാരി എന്ന് പറയുന്നത്, എളവൂർ സെന്റ് ആന്റണീസ് ദേവാലയം ഇദ്ദേഹത്തിൻ്റെ മാതൃകയാണ്. ആ വികാരിയാണെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്ക് മധ്യേ ഗസൽ സംഗീത മത്സരം പോലും നടത്താൻ തയ്യാറുള്ള ഒരു കോമാളിയാണ്. അദ്ദേഹം ആദ്യം മുതലേ വിമതപക്ഷത്ത് നിന്ന് സഭയെ ധിക്കരിക്കുന്ന തരത്തിൽ, വെല്ലുവിളിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ദുഷ്ട ശൈലി അവലംബിക്കുന്ന വ്യക്തിയുമാണ്. ഒരുപക്ഷെ ഈ കുടുംബാംഗങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും ഒരു ബലിയർപ്പിക്കേണ്ട കാര്യമില്ല, രാവിലെ ബലിയർപ്പിച്ചതാണ് എന്ന് പറഞ്ഞാൽ അവിടെ പിന്നീട് ഒരു കുർബാന പരിപാടി നടത്തേണ്ട കാര്യമില്ല. എന്നാൽ കയ്യും കാലും കെട്ടിയിട്ട് ഒരു വ്യക്തിയെ ബലാത്സംഗം ചെയ്യുന്നതിന് സമാനമായ ശൈലിയിൽ ഈ മൃതശരീരത്തെ അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിനൊന്നും പ്രതികരിക്കാൻ കഴിയില്ലല്ലോ, ചലിക്കാൻ കഴിയില്ലല്ലോ. ആ അവസരം മുതലെടുത്തുകൊണ്ട് എറണാകുളത്തെ പാതിരിക്കോലങ്ങളായ ഒരു 5-6 വേട്ടാവളിയന്മാർ ജോസ് പുതിയേടത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ ബലിയർപ്പിക്കുകയുണ്ടായി. പുതിയേടത്തിന് സഭയോട് അല്പമെങ്കിലും ആത്മാർത്ഥമുണ്ടായിരുന്നത് ഒഴിവാകാമായിരുന്നു. വൈക്കത്ത് പറമ്പനോ അതുപോലെ തലതെറിച്ച് ഏതെങ്കിലും ഒരുത്തണം എന്തെങ്കിലും കൗമാളിത്തരം കാണിച്ചിട്ട് പോകാൻ പറഞ്ഞിട്ട് രക്ഷപ്പെടാമായിരുന്നു. അത് ചെയ്യാതെ സഭയോട് കൂടെയുണ്ടെന്ന് അഭിമാനിക്കുന്ന ഈ മാന്യദേഹം പോലും ഈ ക്രൂരകൃത്യത്തിന് കൂട്ടുനിന്നെങ്കിൽ തികച്ചും അപലപനീയമാണ്. വിശ്വാസ സമൂഹം അദ്ദേഹത്തെ അവഗണിച്ച് കളയുന്നു എന്ന് ബോധ്യപ്പെടുക. എന്തായാലും രൂപതയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള വിശ്വാസ സമൂഹം, ഞാൻ ഒരിക്കൽ കൂടി എടുത്തു പറയട്ടെ, വിശ്വാസ സമൂഹം ആ ദൈവാലയത്തിൽ ഈ പുരോഹിതന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തുകയുണ്ടായി. അവർ അവിടെ നിന്ന്
കുർബാന എന്ന പേരിൽ നടക്കുന്ന ചവിട്ട് നാടകം ആരംഭിക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ പുറംതിരിഞ്ഞ് ദേവാലയത്തിൻ്റെ പ്രധാന കവാടത്തിലൂടെ പുറത്തേക്ക് പോന്നു. ദൈവാലയത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന 60% പരം ആളുകൾ പുറത്തിട്ടു. അപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന കോമാളികൾക്ക് കാര്യം മനസ്സിലായി. ഞങ്ങളെല്ലാവരും പുറത്തിറങ്ങി സമാധാനമായിട്ട് അവിടുത്തെ വൃക്ഷങ്ങളിലെയൊക്കെ ചുവട്ടിൽ തണലിലൊക്കെ അവിടെ കാത്ത് സമാധാനത്തോടെ ഇരിക്കുകയാണ്. ഒരു ശല്യവുമില്ല, ഒച്ചപ്പാടില്ല, പ്രതിഷേധ സ്വരങ്ങളൊന്നും ഉയർത്തിയിട്ടില്ല. ഒരു 5-6 ഗുണ്ടകളെ ഈ കോമാളിയായ പുരോഹിതൻ ഇടവക വികാരി പറഞ്ഞു വിടുകയും ഞങ്ങളുടെ നേരെ ആക്രമണ സ്വഭാവത്തോടെ കടന്നു വരികയും ചെയ്തു. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് സഭ എന്താണെന്നോ വിശുദ്ധബലി എന്താണെന്നോ ആരാധനക്രമം എന്താണെന്നോ അതിൻ്റെ രീതികൾ എന്താണെന്നോ അറിയില്ലാത്ത പാവപ്പെട്ട മനുഷ്യർ. അതുകൊണ്ട് അവരോട് ഞങ്ങൾ പ്രതിഷേധമില്ല. വിവരദോഷികളുടെ വികട ശൈലികൾ എന്ന് മാത്രമേ ഞങ്ങളതിനെ കാണുന്നുള്ളൂ. ബഹളമൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഈ സമൂഹത്തിലും വിശ്വാസ സമൂഹത്തിലും ചില പാവപ്പെട്ട മനുഷ്യർ അവരും വികാരാധീനരായ ചില പ്രത്യുത്തരം നൽകിയിട്ടുണ്ട്. ഒച്ചപ്പാടും ബഹളമൊക്കെയായി. അപ്പോൾ പ്രതിഷേധ സ്വരം ഉയരുകയുണ്ടായി. ഇദ്ദേഹത്തിന് നീതി കൊടുക്കണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇറക്കിയ ചില പോസ്റ്ററുകൾ ഞങ്ങളുടെ വാഹനങ്ങളിലൊക്കെ ഒട്ടിച്ചു വെച്ചിരുന്നതുമായിട്ട് അവർ ഒന്ന് പ്രതിഷേധിക്കുകയുണ്ടായി. പ്ലക്കാർഡ് പോലെ കാണിച്ചു നിന്നു. ഒന്നും ശല്യമുണ്ടാക്കിയില്ല. ഈ സമയത്ത് ചില പോലീസുകാർ വന്നു. അവർ വന്ന് ചില കോമാളികൾ തരങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ അവരോട് ചോദിച്ചു, ഞങ്ങളിവിടെ എന്താ ചെയ്തത്? ഞങ്ങൾ കുർബാനയല്ലാത്ത ഒരു കാര്യം കുർബാനയാണ് എന്ന വ്യാജന നടത്തുമ്പോൾ അതിൽ പങ്കെടുക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി പോന്നു. ഞങ്ങളിവിടെ ഒച്ചപ്പാടുണ്ടാക്കിയില്ല, കൂക്ക് വിളിച്ചിട്ടില്ല, ആരെ ആക്രമിച്ചിട്ടില്ല, കുർബാന നിർത്തണ എന്ന് അവന്മാരോട് പറഞ്ഞില്ല. ഞങ്ങൾ പുറത്തു പോന്നു. പിന്നെ ഞങ്ങൾക്കെതിരെ എന്തിനാണ് നിങ്ങൾക്ക് ചൂടാകാൻ വരുന്നത്? എന്തായാലും അവർ കാര്യം മനസ്സിലാക്കി തിരിച്ചുപോയി. പക്ഷെ അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം അതല്ല. സഭയുടെ തലവനും പിതാവുമായ റാഫേൽ തട്ടിൽ വിവരദോഷത്തിൻ്റെ പ്രതിരൂപമായ മനുഷ്യൻ കള്ളനെ പോലെ ഒളിച്ചിരുന്ന് സങ്കീർത്തിയിൽ കാത്തിരുന്നുകൊണ്ട് ഈ ബലിയർപ്പിക്കാൻ അവസരം കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ എന്തിനു വരണം? അന്തസ്സുള്ള ഒരു സഭാതലവനായിരുന്നെങ്കിൽ രാവിലെ യൂണിവേഴ്സിറ്റി പള്ളിയിൽ വെച്ച് നടന്ന ആ ശുശ്രൂഷകളിൽ തറയിൽ പിതാവിനോടൊപ്പം അദ്ദേഹത്തിന് പങ്കെടുക്കാമായിരുന്നു. വേണമെങ്കിൽ അദ്ദേഹത്തിന് ബലിയർപ്പിക്കാമായിരുന്നു. ആ ശുശ്രൂഷ ആരംഭിക്കാമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇടവകയെ കൊണ്ട് സംസ്കരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് ഏതെങ്കിലും പുരോഹിതനെ ഏൽപ്പിക്കാമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ ഇയാൾ എന്തിനവിടെ എത്തി? അതിൻ്റെ അർത്ഥം ഈ അഴിമതിക്കും ഈ വൃത്തികേടിനും ഈ ആത്മീയ ശൂന്യതയ്ക്കും കൊടപിടിച്ച് ഒളിച്ചിരുന്ന ഈ മാന്യദേഹത്തെ സഭാധികാര സ്ഥാനത്തുനിന്ന് പുറത്താക്കണമെന്ന് പരിശുദ്ധ സിംഹാസനത്തോടുകൂടി ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, വിശ്വാസ സമൂഹത്തിൻ്റെ ആദരാജ്ഞികളെല്ലാം സ്വീകരിച്ചുകൊണ്ട് എടവപ്പള്ളിയിലെ കുർബാനയുടെ പേരിൽ നടത്തിയ കോമാളിത്തരമൊന്നും തൻ്റെ ആത്മാവിനെ സ്പർശിക്കില്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ട് വിശുദ്ധ ജീവിതം നയിച്ച സഭയോട് വിശ്വസ്തത പുലർത്തിയ ജോർജ് നെല്ലിശ്ശേരി അച്ഛൻ പിതൃസന്നിധിയിലേക്ക് തൻ്റെ യാത്ര പൂർത്തിയാക്കിയിരിക്കുന്നു. ഏഴ് ആഘോഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്ത് ഏഴാണ് അവർ ചെയ്യുന്നത്? തലതിരിഞ്ഞ കുർബാന ചൊല്ലിക്കൊണ്ട് എന്തിന് ഏഴ് ആഘോഷിക്കണം? അത് ഞങ്ങൾ വിശ്വാസികൾ എവിടെങ്കിലുമൊക്കെ അർപ്പിച്ചുകൊള്ളും. പിന്നെ അവർ കാണിക്കുന്ന കോമാളിത്തരം അവർ തുടരട്ടെ. ഏതായാലും ഇവയോടുള്ള എല്ലാ തരത്തിലുള്ള പ്രതിഷേധവും ഞങ്ങൾ അർപ്പിക്കുന്നതോടൊപ്പം സ്വർഗീയ പിതാവേ ഈ ആത്മാവിന് നിത്യശാന്തി നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇതിനോട് ഈ തോന്നിവാസത്തോട് കൂട്ടുനിന്ന ചക്കിയത്തുമെത്രാൻ സഭയുടെ തലവനും പിതാവുമായ റാഫേൽ തട്ടിൽ എന്നിവർക്കോട് കരുണ കാണിച്ച് അവരെ നരകത്തിൽ വിടരുത് എന്നുകൂടി അപേക്ഷിച്ചുകൊണ്ട് സ്നേഹബുദ്ധിയ ഇത് ഇവിടെ അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം.